100-ലധികം ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സിനിമ ഒരു പ്രധാന മേഖലയായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നല്ലൊരു നടനാണ് എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്കുണ്ടാവും. 25 എന്ന് പറയാൻ പറ്റില്ല, 25-ലും കൂടുതലും ആളുകൾ അറ്റൻഷൻ കിട്ടാവുന്ന ഒരുവിധം പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് അയാൾ കഥ എഴുതുകയാണെന്ന് താല്പര്യം തുടങ്ങുന്നത് സ്കൂൾ ടൈം തൊട്ട് തന്നെ നടനാവണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി എപ്പോഴും പറയും നമുക്ക് ഭാവിയിൽ സിനിമ ചെയ്യണം, സിനിമ കാണുമ്പോൾ ആ ക്യാരക്ടറും പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. നമ്മളിപ്പോഴും സ്ക്രീനിൽ കാണുമ്പോൾ നമ്മുടെ കുഴപ്പങ്ങളെ കാണുള്ളൂ. കുറച്ച് ഓവറായി ഉണ്ടെങ്കിൽ ആൾ പറയും ഇത്ര വേണ്ട. ആ സമയത്തൊക്കെ ഒരു സമയത്ത് അങ്ങനെ നിരാശ തോന്നിയിട്ടുണ്ടായിരുന്നു. നയൻതാരയുടെ ഒപ്പം മനസ്സിനൊക്കെ സിനിമയില് പെണ്ണ് കാണാൻ പോണ ഒരു സീൻ ഉണ്ടായിരുന്നില്ലേ? ഹലോ നമസ്കാരം. നമ്മുടെ അതിഥിയായിട്ട് എത്തിയത് പ്രമോദേട്ടനാണ്. ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാവും. ഒരു 25 വർഷമായിട്ട് സിനിമയിലും ഇപ്പം അടുത്തിറങ്ങിയ സംഭവ സ്ഥലത്ത് നിന്ന് സിനിമയുടെ പ്രധാന വേഷം ചെയ്തിട്ടുള്ള ചേട്ടനാണ് നമുക്ക് അതിഥിയായിട്ട് എത്തിയത്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ കുറേ വർഷമായല്ലോ സിനിമയിൽ. അപ്പോൾ സിനിമയോടുള്ള ഇഷ്ടം എങ്ങനെയാണ്? ആ വർഷം 25 എന്ന് പറയാൻ പറ്റില്ല, 25-ലും കൂടുതലും ഓക്കെ. ട്രൈ ചെയ്തുകൊണ്ടിരുന്നിട്ട് തന്നെയാണ് നമ്മൾ. ഇപ്പോൾ എന്താ പറയുക, പല രീതിയിൽ കൂടിയാണ് വന്നിട്ടുള്ളത്. പിന്നെ കുറേ ഓഡിഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് അയാൾ കഥ എഴുതുകയാണെന്ന സിനിമയാണ്. അത് യാദൃശ്ചികമായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അതിനുശേഷം കുറേ ട്രൈ ചെയ്തു. പക്ഷെ നമുക്കതൊരു സിനിമ ഒരു പ്രധാന മേഖലയായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഓരോ വേഷങ്ങൾ ചെയ്ത് ഇപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആകെ ഒരു 10-20 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ ഈ കാലത്തിലിടയ്ക്ക്. പക്ഷേ ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ എത്തിപ്പെട്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ലൊരു ഇതിലേക്ക് വന്നത് ഈ സംഭവ സ്ഥലത്ത് നിന്നുള്ള സിനിമയിൽ കൂടിയാണ്. അപ്പൊ അതാണ് ഇപ്പൊ എൻ്റെ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റുക. ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്. അതെ അതെ അതെ. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് അയാൾ കഥ എഴുതുകയാണ് സിനിമയിലേക്ക് എത്തിയത്? അത് എൻ്റെ നാട്ടുകാരനാണ്, അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ അക്കു അക്ബർ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കെയർ ഓഫിൽ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഊട്ടിയിലായിരുന്നു എൻ്റെ ഷൂട്ടിങ്. അവിടെ ചെന്ന് യാദൃശ്ചികമായിട്ട്, ഞാനായിരുന്നില്ല ആ സീനിൽ അഭിനയിക്കേണ്ടിയിരുന്നത്, പോലീസുകാരനായിട്ട് അഭിനയിക്കേണ്ടിയിരുന്ന സുഹൃത്ത് മുടി ബാക്കിൽ പ്രശ്നം ഉണ്ടായിരുന്നുകൊണ്ട് അപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ മുടിയൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടുള്ളതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പടത്തില്, സിനിമയില്? അതുണ്ടായിരുന്നു. അതിപ്പോന്നല്ല, മുന്നേ ഉണ്ട്. പക്ഷെ അതിന്റെ വഴികൾ അറിയില്ല എന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ താല്പര്യം തുടങ്ങുന്നത് സ്കൂൾ ടൈം തൊട്ട് തന്നെ നടനാവണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള വഴികൾ അന്വേഷിക്കാനായിട്ട് നമുക്ക് കുറെ പരിമിതികളുണ്ട്, പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിൽ. അതെ, അന്ന് ഒരു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു വെല്ലുവിളിയാണ്. പക്ഷെ പിന്നീട് അങ്ങനെ കുറേ കഴിയുമ്പോഴാണ് പിന്നെ സ്കൂൾ നാടകങ്ങൾ ചെയ്തു. പിന്നെ അതിനുശേഷം വേറെ വേറെ മേഖലകളിലേക്ക്, അതായത് സിനിമയിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ആളുകൾ അറ്റൻഷൻ കിട്ടാവുന്ന ഒരുവിധം പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റേജിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന സ്റ്റേജ് പ്രോഗ്രാമുകൾ ആങ്കർ ചെയ്യുക, അതിൽ പാട്ട് പാടുക, അല്ലെങ്കിൽ സ്റ്റേജിൽ സ്റ്റേജ് കാണുന്നു സ്റ്റേജ് കണ്ടപ്പോ കേടൂല്ലേ? ഓക്കെ. അപ്പോ എങ്ങനെയാണ് ഇതിനോടൊരു ഇഷ്ടം തോന്നിയത്? മീൻസ് ചെറുപ്പം മുതലേ ഈ സിനിമ ഫീൽഡിലേക്ക് കയറണം അല്ലെങ്കിൽ അഭിനയിക്കണം അങ്ങനെ ഒരു ഇഷ്ടം വന്നത് എങ്ങനെയാ? ആരെങ്കിലും അതിന് അത് ആദ്യം സിനിമയോടല്ല ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു, നാടകങ്ങൾ. അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് ഇല്ല എന്ന് പറയാം. അതായത് ഞങ്ങളുടെ നാട്ടില് മുറ്റിച്ചൂര് പടിയം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. എല്ലാ ക്ലബ്ബുകളും വർഷത്തിൽ ഒരു നാടകം, 2 മണിക്കൂറിന്റെ നാടകം ചെയ്യും. അപ്പൊ എൻ്റെ ചേട്ടന്മാരായിട്ടുള്ള ആളുകളൊക്കെയാണ് നായകന്മാരായിട്ട് അഭിനയിക്കുന്നു. അവര് ഈ നാടകം കഴിഞ്ഞ് കഴിയുമ്പോൾ നാട്ടില് എല്ലാവരും ദിവസങ്ങളോളം ഇവരെ കുറിച്ച് സംസാരിക്കുക. അപ്പൊ അത് എപ്പോഴും നമുക്ക് ആളുകളുടെ അറ്റൻഷൻ കിട്ടുക, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് വേറെ ആള് പറയുക, കാണുമ്പോ തിരിച്ചറിയുക എന്നുള്ളത് ഏതൊരാളുടെ ഒരു സ്വപ്നമാണ്. അങ്ങനെ കയറിയതാണ്. അപ്പൊ വലുതാവുമ്പോ ഇതേപോലെ നാടകത്തില് നായകനായിട്ട് അഭിനയിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മുടെയൊക്കെ ഒരു ജനറേഷൻ ആയപ്പോഴത്തേക്കും അത് കുറ്റിയേറ്റ് പോയി സിനിമയിൽ. അപ്പൊ പിന്നെയുള്ള സിനിമ വെബ് സീരീസ് ഒക്കെ. അതെ 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 അതെ. അപ്പൊ ഇനി ഈ സിനിമയിലേക്ക് ഇങ്ങനെ പ്രധാന വേഷത്തിലേക്ക് ഇതിലേക്ക് എത്തിയത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന കുറെ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല്, സിനിമ ഞാനൊരു 100-ലധികം ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ വളരെ കുറച്ച് നമുക്ക് സിനിമയിൽ കിട്ടിയിട്ടുള്ളൂ. പലതും നമ്മൾ ചിലപ്പോൾ ലാസ്റ്റ് ടൈമിൽ എന്തെങ്കിലും കാരണവശാൽ ആ ക്യാരക്ടർ വേറെ ആരെങ്കിലും കൊണ്ടുപോകും. അത് സിനിമയുടെ ഒരു സ്വാഭാവികതയാണ്. കാരണം അവർക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആദ്യം എനിക്ക് ദേഷ്യം തോന്നിയിരുന്നു. കാരണം നമുക്ക് പറഞ്ഞ ക്യാരക്ടർ വേറെ ആൾ ചെയ്യണു. അപ്പൊ നമ്മളോട് പറഞ്ഞൊരു ക്യാരക്ടറല്ലേ പോകുന്നത്. അപ്പൊ അവർക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. ഇപ്പോൾ ഡയറക്ടർക്കായാലും അവരുടേതായിട്ടുള്ള, ഇപ്പോൾ പ്രൊഡ്യൂസറുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വേറെ സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്നൊക്കെ ഒരു ആക്ടറെ കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ മാറ്റാൻ പറ്റുമെന്ന് നമ്മളെയും. അതൊരു സ്വാഭാവികതയാണ്. അത് ഞാൻ പിന്നീട് മനസ്സിലാക്കിയതാണ്. അപ്പൊ പിന്നെ മനസ്സിലായത് നമുക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ യാദൃശികമായിട്ട് പരിചയപ്പെട്ടതാണ് ഈ സിൻഡോ ഡേവിഡ് എന്ന് പറഞ്ഞ സംവിധായകനെ. അപ്പോൾ കൊറോണ കാലത്ത് ഞങ്ങളൊരു വേറൊരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഡബ് ചെയ്യാൻ വന്നതാണ് ഇവിടെ. അങ്ങനെ ആ സൗഹൃദം കുറെ ഷോർട്ട് ഫിലിമുകളിലേക്കും പിന്നെ ഡോക്യുമെന്ററി അങ്ങനെയൊക്കെ ഒരുമിച്ച് കുറെ വർക്കുകൾ ചെയ്തപ്പോൾ ഒരേ വേവ് ലെങ്താന്ന് മനസ്സിലായി. പിന്നെ അപ്പോഴും പറയായിരുന്നു
പുള്ളി എപ്പോഴും പറയും നമുക്ക് ഭാവിയിൽ സിനിമ ചെയ്യണം, അപ്പൊ അതിൽ ചെയ്യുമ്പോൾ എന്തായാലും ചേട്ടന് നല്ലൊരു റോൾ അതിലുണ്ടാവും എന്ന് പറയും. അപ്പോഴും ഞാൻ ധരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എങ്ങാനും ഇപ്പൊ നമുക്ക് തരാമെന്ന് പറഞ്ഞാൽ തന്നെ എന്തെങ്കിലും കാരണവശാൽ ഒരു പക്ഷെ മാറിപ്പോവാം. അത് ഞാൻ മുന്നേ കൂട്ടി അത് തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നിർബന്ധമായിട്ട് ആ ക്യാരക്ടർ എന്നെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്ന അങ്ങനെ ഒരു വാശിയുടെ പുറത്തുണ്ടായതാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ആ ക്യാരക്ടറിലേക്ക് മാറിയപ്പോ? അത് ക്യാരക്ടർ എനിക്കെപ്പോഴും സിനിമ കാണുമ്പോൾ ആ ക്യാരക്ടർ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. നമ്മളിപ്പോഴും സ്ക്രീനിൽ കാണുമ്പോൾ നമ്മുടെ കുഴപ്പങ്ങളെ കാണുള്ളൂ. അപ്പൊ അത് ബെറ്റർ ആക്കാനുണ്ട്, ഇനി ഒരുപാട് ബെറ്റർ ആക്കാനുണ്ട്. മറ്റേ നമുക്ക് ഒരു ഇതിൽ വന്നിട്ടില്ലേ, അതെ അതെ അതെ, അതുപോലെ ഞാൻ എന്റെ ആദ്യത്തെ സിനിമ എക്സ്പീരിയൻസിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ട് ഡയലോഗ് കിട്ടിയ സമയത്ത് നമ്മളെ സംബന്ധിച്ച് നമ്മളെപ്പോഴും ധരിച്ചു വയ്ക്കാൻ നമ്മുടെ ഉള്ളിൽ നമ്മൾ നല്ലൊരു നടനാണ് എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്കുണ്ടാവും. പക്ഷെ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, നമ്മൾ കുറെ ടെക്നിക്കലി കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതൊക്കെ നമ്മൾ അത് പഠിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ കൊച്ചിയിലെ ആക്ട് ലാബിൽ പോയിട്ട് സിനിമ പരിശീലനം, അതായത് അവിടെ ആക്ടിങ് പരിശീലനം നടത്തുന്ന സജീവ് സാറാണ്, അദ്ദേഹത്തിന്റെ കീഴിൽ അഭിനയ പരിശീലനം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഇത്ര മീറ്ററിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായത് അപ്പോഴാണ്. അതിനുശേഷമാണ് ശരിക്കും ഡയലോഗുള്ള പോർഷനൊക്കെ ചെയ്തു തുടങ്ങിയത്. അപ്പോ കുറെ ഈ ഫ്രണ്ട്ഷിപ്പിന് വലിയ കുറെ ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോ അതിനൊക്കെ വിട്ട് മോണിറ്ററിന്റെ ബാക്കിലേക്ക് ഡയറക്ടർ സാർ വന്നപ്പോ തോന്നിയത് എന്തായിരുന്നു അഭിനയിക്കുമ്പോ? അത് വല്ലാത്തൊരു ഫീലാണ് നമ്മൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് വേറൊരു സെറ്റിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഡയറക്ടർ എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഡയറക്ടർ തന്നെയാണ്. പക്ഷെ ഞങ്ങളിവിടെ ഒരു വളരെ സൗഹൃദത്തിലുണ്ടെങ്കിൽ സൗഹൃദത്തിൽ നിന്ന് മാറി നമ്മളിപ്പോ അവിടെ വരുമ്പോ നമ്മൾ ആ ഒരു റെസ്പെക്റ്റിൽ തന്നെ നിന്നിരുന്നത്. പക്ഷെ പുള്ളി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ വളരെ സൗഹൃദപരമായിട്ട്, നമ്മളോട് മാത്രമല്ല പുതിയതായിട്ട് വരുന്ന ഒരു ആക്ടർക്ക് പോലും അങ്ങനെ ഒരു ടെൻഷൻ കൊടുക്കില്ല. മാക്സിമം ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അവരെ ഫ്രീ ആക്കി വിടണം എന്നുള്ളതില്ല. അപ്പോൾ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് മുഖം കറുപ്പിച്ച് സംസാരിക്കുക പോലും ചെയ്യില്ല. ഒരു സുഹൃത്തിനോട് എന്ന പോലെ തോളത്ത് കൈയിട്ട് സംസാരിച്ചിട്ടാണ്. അപ്പൊ അവരും ഭയങ്കര കംഫർട്ടാവും. അപ്പൊ നമ്മൾ പല സെറ്റുകളിലും കാണുന്നത് അവർ ഒരുപാട് ടെൻഷനിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം അവർ ചൂടാവുന്നതൊക്കെ. ഈ ഒരു ടെൻഷനൊക്കെ ഇദ്ദേഹത്തിനുണ്ട്. പക്ഷെ പുള്ളിയുടെ ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് മാക്സിമം ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ആളുടെ ഒരു ട്രിക്ക്. അപ്പോ ഈ സിനിമയിലേക്ക് കടന്നപ്പോ ഡയറക്ടർ സാറിന്റെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു, അഭിനയിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വേണം, അങ്ങനെ എന്തെങ്കിലും? അതെനിക്ക് മുന്നേ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സിൻഡോ ഡേവിഡ് എന്ന് പറഞ്ഞ ഡയറക്ടറുടെ ആളോട് എനിക്കുള്ള ഒരു വിശ്വാസം, പുള്ളിക്ക് നമ്മളോടുള്ള ഒരു വിശ്വാസം, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും നമ്മളെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ എന്നിട്ട് ആള് പറയും ചെയ്തോ എന്ന് പറയും. ചെയ്ത് കാണിച്ചു തരും? അല്ല, ചെയ്ത് കാണിച്ചു തരാല്ലേ. അപ്പൊ ആള് പറയും എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല, പക്ഷെ കറക്റ്റ് ഞാൻ എനിക്ക് എന്താ വേണ്ടതെന്നുള്ളത് ഞാൻ എടുത്തോളാം എന്ന് പറയും. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഓവറായി ഉണ്ടെങ്കിൽ ആള് പറയും ഇത്ര വേണ്ട, ഒരു കുറച്ചും കൂടെ കുറയ്ക്കുക, ഒരു 10% അല്ലെങ്കിൽ 20% കുറയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ അപ്പൊ ചെയ്യും. ചിലപ്പോൾ നമ്മൾ ഒന്നുകൂടി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും കുറച്ചുകൂടി മുകളിൽ പോവാം, അതിന്റെ മിഡിൽ പിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് അത് കുറച്ച് കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ കുറയുകയാണെങ്കിൽ അത് കറക്റ്റ് മീറ്റർ ആൾക്ക് അറിയാം, ആൾ ഉദ്ദേശിച്ചിട്ടുള്ള സാധനം കിട്ടുന്നവരെ ഷൂട്ട് ചെയ്യും. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ തുടക്ക സമയത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ ഒരു ടേക്കിനൊക്കെ ഓക്കെ പറയും, അപ്പൊ നമ്മൾ ഓക്കെ അല്ല എന്ന് തോന്നും. അപ്പൊ ഞാൻ പറയും അല്ല ഇത് കറക്റ്റ് ആണ്, എനിക്ക് അങ്ങോട്ട് ആയിട്ടില്ല, അപ്പൊ ഞാൻ ഒരു ടേക്കും കൂടെ പോകാൻ പറയുമ്പോൾ ആള് പറയും എനിക്ക് ആവശ്യമുള്ളത് കിട്ടിയിട്ടുണ്ട്, ഒരു ടേക്കും കൂടെ വേണമെങ്കിൽ പോവാം, പക്ഷേ ചിലപ്പോൾ ഞാൻ അത് തന്നെ എടുക്കുള്ളൂ. ഓക്കെ, അപ്പോ ഈ അഭിനയിച്ചപ്പോ ഏത് സീനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ മനസ്സിലേക്ക് ഒരു ഇമോഷണൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് സീനായിരുന്നു മനസ്സിലേക്ക് തട്ടിയത് ഏതായിരുന്നു? ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സീൻ അജിത്ത് കൂത്താട്ടുകുളം കോശി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഓൾറെഡി ഞാൻ ഇങ്ങനെ നല്ലൊരു മനുഷ്യനാണ്, പക്ഷെ പെട്ടെന്ന് ചൂടാവുന്ന ആളാണ്. അപ്പം അതങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അച്ഛനായിട്ട് ചൂടായിട്ട് ഇറങ്ങിയിട്ട് വന്നിട്ട് കോശിയുടെ വീട്ടിൽ വരുമ്പോൾ കോശി അച്ഛനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ അച്ഛനോട് പെരുമാറിയിട്ടുള്ള കാര്യമൊക്കെ ഓർമ്മ വരുമ്പോൾ അച്ഛനെ ഫോൺ ചെയ്യുന്ന ഒരു സീനുണ്ട്. അത് ആണ് ഏറ്റവും. പക്ഷെ ആ സീനിൽ ഈ അജിത്തേട്ടൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുക. അപ്പൊ ആ ഡയലോഗ് പറഞ്ഞിട്ട് അവസാനം ആള് തൊണ്ടിടുന്ന സമയത്ത് ഞാൻ അറിയാണ്ട് എൻ്റെ കണ്ണിന്ന് വെള്ളം വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഇത് നമുക്കത് ആക്ട് ചെയ്യുന്ന സമയത്ത് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പുള്ളി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രേ വേണ്ടു എന്നാണ്, കണ്ണിന്ന് വെള്ളം വരരുത് എന്ന മുഖത്ത് ഉള്ളിലും ഒരു സംഘർഷം ഉണ്ടാവണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു.
ഓക്കെ. അപ്പോ 25 വർഷമായില്ലേ സിനിമ ഫീൽഡിൽ. അപ്പൊ എല്ലായ്പ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ റോള് കിട്ടിയിട്ട് എനിക്ക് ഇതിന് വലിയ റോള് കിട്ടുന്നില്ല എന്ന് മനസ്സിലേക്ക് തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് മടുപ്പ് വന്നിട്ടുണ്ടോ? അങ്ങനെ മടുപ്പായിട്ടല്ല. അതായത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായാലും നാട്ടുകാരിലൊക്കെ ഒരുപാട് എല്ലാവരും പറയും കുറെ നാളായാലും കിടന്ന് നടക്കുന്നതിന്റെ പുറകെ, അപ്പൊ ഒന്നും ആയിട്ടില്ല എന്ന്. ആ സമയത്തൊക്കെ ഒരു സമയത്ത് അങ്ങനെ നിരാശ തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറെ ഇതിന്റെ പുറകെ അലയുന്നുണ്ട്, കുറെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്, പക്ഷെ ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്നില്ല. അപ്പൊ അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ സ്വയം മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ നമ്മളുടെ ഒരു ടൈം വരുന്നത് കുറേ കഴിഞ്ഞിട്ടായിരിക്കാം, പക്ഷെ അതുവരെ നമ്മുടെ ആ ഫയർ അങ്ങനെ കൊണ്ടുവരണം. അപ്പം ഞാനെപ്പോഴും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പറയുന്ന സുഹൃത്തുക്കളോട് പറയും എൻ്റെ ടൈം ആയിട്ടില്ല, പക്ഷെ അതുവരെ എപ്പോഴാണോ ആ ഒരു ടൈം എത്തുന്നത് അതുവരെ നമ്മുടെ ആ ഫയർ നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കും. അത് എത്തുന്നവരെ എനിക്കിപ്പോൾ തോന്നുന്നു അതിൻ്റെ ഒരു ഘട്ടം, ഒരു സ്റ്റെപ്പ് ഞാൻ കയറി എന്നുള്ളത്. അടുത്ത സ്റ്റെപ്പ് ഇതിനെങ്കിലും അടിപൊളിയാവട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ ഒരു അഭിനേതാവ് ഒരു അഭിനയത്തെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ എങ്ങനെ നോക്കി കാണുന്നത്, അത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ആക്ട് ചെയ്ത് കഴിഞ്ഞ ഒരു സാധനം നമ്മളെ കയ്യിൽ നിന്ന് പോയി, പിന്നെ പ്രേക്ഷകന്റെ കയ്യിലാണ്. പിന്നെ നമ്മൾ എപ്പോഴും വിലയിരുത്തുക, എന്നെ സംബന്ധിച്ചായാലും എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയാലും, ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറേ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ഇതിന് മുന്നായിട്ട് കുറച്ച് സുഹൃത്തുക്കൾ, അവരൊക്കെ കൂടിയിട്ട് തന്നെയാണ് സിനിമ ചെയ്തിട്ടുള്ളത്. അതിലൊരുവിധം എല്ലാവർക്കുള്ള ഒരു ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അഖിലേഷ് സരീഷൊക്കെ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് അത് പോയിന്റ് ചെയ്ത് പറഞ്ഞുതരും, കൃത്യമായിട്ട് പറയും. അത് ചിലർ പറയില്ല, അത് ഓരോരുത്തർ എങ്ങനെയാണത് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇവരൊക്കെ അത് കൃത്യമായിട്ട് എവിടെയാണ് നമ്മുടെ വീക്ക് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് നമുക്ക് പറഞ്ഞു തരും. അപ്പൊ നമുക്ക് പിന്നത്തെ ഒരു ഇതിൽ നമുക്കത് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഞാനെപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്തതിൻ്റെ ഒരു പ്ലസ് എപ്പോഴും നമുക്ക് കാണാൻ പറ്റും. നമ്മളെപ്പോഴും അതിൻ്റെ എവിടേക്കാണ് കുഴപ്പങ്ങൾ എന്നാണ് നമ്മൾ ആദ്യം ശ്രദ്ധയിൽ വിടുക. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും എനിക്കതൊരു സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ചെയ്യും ഭാവിയിൽ. ഓക്കെ. അപ്പോ നയൻതാരയുടെ ഒപ്പം മനസ്സിനൊക്കെ സിനിമയില് പെണ്ണ് കാണാൻ പോണ ഒരു സീൻ ഉണ്ടായിരുന്നില്ലേ? ആ സീൻ കുറിച്ചിട്ട് അത് ഇവരൊക്കെ എപ്പോഴും പറഞ്ഞിട്ട് കളിയാക്കുന്ന ഒരു കാര്യമാണ്. അത് ആ സിനിമയിൽ അങ്ങനത്തെ ഒരു സീനിലാണ്, അതായത് ആ സിനിമയിലത്തെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് ആ സീൻ. ഇവര് നയൻതാരയും ജയറാമും തമ്മിൽ പ്രണയം ഉണ്ടെന്ന് തിരിച്ചറിയുന്നത് ഈ പെണ്ണ് കാണാൻ വന്ന സീനാണ്. അപ്പോൾ എനിക്കത് സ്ക്രീനിൽ വന്നപ്പോൾ അതിലെ ചില ഷോട്ടുകളൊക്കെ കട്ട് ചെയ്തിട്ട് ആകെ ഒരു വൈറ്റ് ഷോട്ട് മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ പേരിലും കുറെ കളിയാക്കലുകളൊക്കെ കേട്ടിട്ടുണ്ട്. കോംപ്ലക്സ് അടിച്ച അങ്ങനെയല്ല, അത് ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചില സിനിമകൾക്ക് അനിവാര്യമായിട്ടുള്ള കട്ടുകളുണ്ട്. അപ്പൊ അവിടെ പെണ്ണ് കാണാൻ വന്ന ചെറുക്കന് പ്രാധാന്യമില്ല, ആ ഒരു ഫീലിന് മാത്രമാണ്. ഒരാൾ വരുമ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് തോന്നും നമ്മുടെ ഒരു സീൻ കട്ട് ചെയ്ത് പോകുമ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ല. പിന്നെ ഒരു വ്യക്തിയുടെ താല്പര്യങ്ങളെക്കാട്ടിലും സിനിമയുടെ താല്പര്യങ്ങൾ തന്നെ, സിനിമയാണ് ഏറ്റവും ബെറ്റർ ആവേണ്ടത്. അത് പറഞ്ഞ് ചിരിപ്പിക്കണ്ടല്ലേ? അല്ല, അത് പറഞ്ഞിട്ട് ഇപ്പോഴും എല്ലാവരും കളിയാക്കാറുണ്ട്. അപ്പൊ നയൻതാരയായിട്ട് ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ? ഇല്ല, അവർക്ക് എന്നെ അറിയും കൂടി ഇല്ല. ഞങ്ങളന്ന് സിനിമയിൽ മേക്കപ്പ് ചെയ്യായിരുന്നു അടുത്തടുത്ത സീറ്റുകളിൽ ഇരുന്നിട്ടാണ് മാത്രം. അപ്പൊ ജയറാമായിട്ട് എങ്ങനെയായിരുന്നു? അന്ന് അവരൊക്കെ ആയിട്ട് നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ സീനിയർ ആക്ടേഴ്സ് ആകുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പോയി സംസാരിക്കും കാര്യങ്ങളൊക്കെ. പക്ഷെ അവരൊരുപാട് ആളുകളെ കാണുന്നതല്ല. അങ്ങനെ ആരുമായിട്ടും അങ്ങനെ കുറച്ച് പേര് ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ 3ാമത്തെ സിനിമയായിരുന്നു പ്രഭുവിൻ്റെ മക്കളെന്ന്. അത് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നതാണ് ടോവിനോന്റെ ആദ്യ സിനിമയായിരുന്നു. അപ്പൊ ഞങ്ങൾ അന്ന് കുറച്ച് പേര് അതിൽ പുതിയ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവിടെ ഒരു വലിയ സൗഹൃദം രൂപപ്പെട്ടിരുന്നു. അതുപോലെ വിനയ് ഫോർട്ടിന്റെയും അപൂർവരാഗം കഴിഞ്ഞിട്ട് 2ാമത്തെ സിനിമയാണെന്നാണ് എൻ്റെ അറിവ്. അപ്പൊ അന്ന് ആ സെറ്റിൽ വെച്ചിട്ട് ഇപ്പോൾ ടോവിനോ ആയിട്ടായാലും വിനയ് ഫോർട്ടായിട്ടായാലും അന്നത്തെ അതേ സൗഹൃദം ഇപ്പോഴും അതേ ഊഷ്മളതയോട് കൂടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം നമ്മളെപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കുകയും അല്ലെങ്കിൽ തിരിച്ചു വിളിക്കാനൊക്കെ ഉള്ള അത്തരത്തിലുള്ള സൗഹൃദം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി ഒക്കെ ചെയ്ത് സിനിമയിൽ കടന്നപ്പോൾ സംവിധായകനായിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് എന്താ പറയാ, ആ സെയിം സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴല്ല, അത് ഇങ്ങനെയൊക്കെ തന്നെ നമുക്കതൊരു വർക്കായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഇപ്പോൾ ഓരോരുത്തരും ഓരോ കാറ്റഗറിയിൽ നിന്നിട്ട് ആ വർക്ക് ചെയ്യാന്നുള്ളതായിരുന്നില്ല. എല്ലാവരും എല്ലാ വർക്കും ചെയ്യാന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മൾട്ടി ടാസ്ക് ആയിരുന്നു. അപ്പോൾ സംവിധായകൻ തന്നെ അതില് ഇപ്പോ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മോണിറ്ററൊക്കെ പുള്ളിൻ്റെ അടുത്ത് പോകും. അപ്പൊ ആളും എല്ലാവർക്കും ചെയ്യുന്നു, ബാക്കിയുള്ള എല്ലാവരും അതൊരു
ഒരു കുടുംബം പോലെയായിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞങ്ങളത് സിനിമ കഴിഞ്ഞാലും സിനിമയ്ക്ക് പുറത്ത് ആ സൗഹൃദം കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഇനി അപ്കമിങ് ആയിട്ട് പ്രൊജക്ടുകൾ ഇനി ഉള്ളത് ഇപ്പോൾ ഒരു സിനിമ ഓൾറെഡി ഇറങ്ങാനുണ്ട്, ഷാമൻ എന്ന് പറഞ്ഞിട്ടൊരു ഹൊറർ മൂവിയാണ്. അതിലൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മുടെ തന്നെ ലൈവ് മീഡിയയുടെ പ്രൊഡക്ഷനിൽ തന്നെ ഇനി വരാൻ പോകുന്ന കുറച്ച് പ്രൊജക്റ്റുകളും കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മളതിൻ്റെ പണിപ്പുരയിലാണ്. അതിൻ്റെ എഴുത്തുകളും ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. വെബ് സീരീസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത് സിനിമയ്ക്കുള്ള കഥകളും അങ്ങനെ സാർ ഇങ്ങനെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവിടെ നമ്മുടെ ആളുകൾ തന്നെ കുറച്ച് കൺസെപ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ്. പിന്നെ ഓൾറെഡി പുറത്തുനിന്ന് 1-2 വിളികൾ വന്നിട്ടുണ്ട്. ഒന്നും കൺഫേം ആയിട്ടില്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കണം. അപ്പൊ ഇനിയും വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കാം. ഈ ചെറുനായകനിൽ നിന്ന് ഒരു സൂപ്പർ സ്റ്റാർ ആവട്ടെ ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും വളരെ സന്തോഷം. കാരണം ഇപ്പൊ ഈ കുറച്ച് സമയം നമ്മളിങ്ങനെ നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറയുന്നത് ഒരു വലിയ സന്തോഷം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ചേട്ടൻ യെസ് പറഞ്ഞു, ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു. അപ്പോൾ നന്ദി.